ഹലോ എവ്രിവൺ. വേർഡ് ടു വെക് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വേർഡ് എംബഡിങ് ചെയ്യാമെന്ന് ഒരു കോഡ് വഴി നോക്കാം. ഇതൊരു പൈത്തൺ കോഡാണ്. കോലാബിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വിക്കിപ്ലോട്ട് ഡേറ്റേനെ വേർഡ് എംബഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് വേർഡ് ടു വെക് അൽഗോരിതമാണ്. അപ്പോൾ വേർഡ് ടു വെക് അൽഗോരിതത്തിനകത്ത് രണ്ട് ടൈപ്പ് ട്രെയിനിങ് അൽഗോരിതംസ് ഉണ്ട്. അതായത് സ്കിപ്പ് ഗ്രാം മോഡലും സീബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ബാക്ക് ഓഫ് വേർഡ്സ് മോഡലാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് വേർഡ് ടു വെക് മോഡലിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കോഡ് വിക്കിപ്ലോട്ട് ഡേറ്റേനെ സ്കിപ്പ് ഗ്രാം മോഡൽ വെച്ചിട്ട് എങ്ങനെ വേർഡ് ട്രെയിൻ ചെയ്തതിന് ശേഷം വേർഡ് എംബഡിങ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം വിക്കിപ്ലോട്ട് ഡേറ്റ ഞാൻ ഓൾറെഡി പ്രീ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു TXT ഫയലായിട്ട് എൻ്റെ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രൈവിൽ നിന്ന് നമ്മുടെ TXT ഫയൽ ആക്സസ് ചെയ്യാനുള്ള ഒരു കോഡാണിത്. അതിനുശേഷം വേർഡ് ടു വെക് എന്നുള്ള അൽഗോരിതം ജെൻസിം മോഡലിനകത്ത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാക്കേജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് NLTക്ക് നമുക്ക് ടോക്കണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ വിക്കിപ്ലോട്ട് ഡേറ്റയിനകത്ത് എത്ര ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതിനകത്തുള്ള ഓരോ ഡോക്യുമെൻറ്റിനെയും നമ്മൾ വേർഡ് ടോക്കണൈസ് ചെയ്തതിന് ശേഷമാണ് വേർഡ് ടു വെക് അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേർഡ് ടോക്കണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് NLTക്ക് ആക്സസ് ചെയ്യുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണത്. അതിനുശേഷം ഞാൻ ഡേറ്റ പാത്ത് കൊടുത്തു. ഈ ഡേറ്റ പാത്തിനകത്താണ് എൻ്റെ വിക്കിപ്ലോട്ട് ഡേറ്റ .txt ഫോർമാറ്റിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് 5000 ഡോക്യുമെൻറ്റ്സ് ഉള്ളതാണ്. ഞാൻ ഈ wiki_doc.txtനകത്ത് 5000 ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഓരോ ഡോക്യുമെൻറ്റിനെയും ഞാൻ വേർഡ് ടോക്കണൈസ് ചെയ്തതിന് ശേഷം വീണ്ടും സെയിം വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡേറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ 0 മുതൽ 5000 എന്ന് പറയുമ്പോൾ 4999 വരെ അത്രയും അറേ ഇൻഡെക്സിനകത്ത് വേർഡ് ടോക്കണൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വേർഡ് ടു വെക് അൽഗോരിതം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഓരോ ഡോക്യുമെൻറ്റിനെയും വേർഡ് ടോക്കണൈസ് ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റിനെ വേർഡ് ടോക്കണൈസ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഈ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ സ്കിപ്പ് ഗ്രാം മോഡലിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ST എന്നുള്ള വേരിയബിൾ =1 ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ഗ്രാം മോഡലാണ് യൂസ് ചെയ്യുന്നത്. ST =0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീബോ മോഡലാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേർഡ് ടു വെക് എന്നുള്ള ലൈബ്രറി ജെൻസിം ലൈബ്രറി എന്നുള്ള ഒരു ഫങ്ഷനാണിത്. വേർഡ് ടു വെക് നമ്മൾ ഡേറ്റ കൊടുത്തു, ഓൾറെഡി വേർഡ് ടോക്കണൈസ് ചെയ്ത ഡേറ്റയാണത്. ST =1, അതായത് സ്കിപ്പ് ഗ്രാം മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഡേറ്റയിൽ എത്ര യൂണിക് വേർഡ്സ് ഉണ്ട്, അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേർഡ്സ് എന്നുള്ള വേരിയബിളിലേക്ക് model.wv.vocab അപ്പോൾ അതിനകത്തുള്ള വൊക്കാബുലറി ഈ വേർഡ്സ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ലെങ്ത്, അതായത് നമ്മുടെ വൊക്കാബുലറി സൈസാണ്, അതായത് യൂണിക് വേർഡ്സ് ആണ് 10,694 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,694 വേർഡ്സിനെ നമുക്ക് ഒരു ന്യൂമറിക്കൽ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ഈ model.wv.vocab അതാണ് നമ്മുടെ വൊക്കാബുലറി. ഇനി മോഡൽ ഓഫ് ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ
ഓരോരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായിരിക്കും ഈ വെക്ടറൈസ്ഡ് ഡേറ്റ എന്നുള്ള വേരിയബിൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നംപൈ അറേ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു n ഡയമെൻഷണൽ അറേ ആണ്. 2 ഡയമെൻഷണൽ അറേ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 10,694 റോസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റോയിലും 100 കോളംസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ യുണീക്ക് വേർഡിനും നമ്മളൊരു 100 ഡയമെൻഷണൽ വെക്റ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു മോഡലിൽ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വേർഡ് ടു വെക്സ് സ്കിപ്പ് ഗ്രാം മോഡലിനകത്ത് മാൻ എന്നുള്ള വേർഡിനും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വേർഡ് എംബഡിങ്, അതായത് മാൻ എന്നുള്ള വേർഡിൻ്റെ എംബഡിങ് ആയിട്ട് മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ ബോയ്, ക്വീൻ, ഗേൾ എന്നിങ്ങനെ വേർഡ്സിനെല്ലാം ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ റെപ്രസെൻറ്റേഷന് നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ബോയ് ക്വീൻ എന്ന് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഗേൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് n = 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബോയ്, ഇതെല്ലാം പോസിറ്റീവാണ്, ബോയ് ക്യൂൻ എന്നുള്ള പോസിറ്റീവാണ്. അതായത് ബോയ് പ്ലസ് ക്യൂൻ മൈനസ് ഗേൾ, ഇതിൻ്റെ എംബഡിങ് എല്ലാം, അതായത് ബോയിൻ്റെ എംബഡിങ് പ്ലസ് ക്യൂവിൻ്റെ എംബഡിങ് മൈനസ് ഗേൾ എന്നുള്ള വേർഡിൻ്റെ എംബഡിങ് ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും, 100 ഡയമെൻഷൻ വെക്ടർ കിട്ടും. അതുമായിട്ട് മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടോപ്പ് 5 വേർഡ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ 100 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് മോഡൽ ഓഫ് നമ്മൾ ഏത് വേർഡിൻ്റെ റെപ്രസെൻറ്റേഷനാണോ നമുക്ക് കാണേണ്ടത് ആ വേർഡിനെ നമ്മൾ എഴുതി. അപ്പോൾ ബേസ്ബോൾ എന്നുള്ള വേർഡിനെ വേർഡ് ടു വെക്ക് സ്കിപ്പ് ഗ്രാം മോഡൽ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു 100 ഡയമെൻഷണൽ വെക്ടറായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു ഡേറ്റേനെയും നമുക്ക് വേർഡ് ടു വെക്ക് വെച്ചിട്ട് എംബഡിങ് ചെയ്യാം. ഇനി സ്കിപ്പ് ഗ്രാം മോഡലല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ ST എന്നുള്ള വേരിയബിൾ 0 ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് സീബോ എന്നുള്ള, അതായത് കണ്ടിന്യൂസ് ബാക്ക് ഓഫ് വേർഡ്സ് മോഡൽ വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു വേർഡ് എംബഡിങ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ചേഞ്ച് ആവും. ഓക്കെ, താങ്ക് യു.